ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അർജു വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇന്ന് തുടങ്ങുകയാണ്. സമയം 8 മണിയായി. ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം പതിവിൽ വിപരീതമായി കുറച്ച് സമയം കൂടുതൽ ഉറങ്ങി. ഇനിയിപ്പോൾ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറ് ഞാൻ സൈഡാക്കിയിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി 3 ദിവസത്തിന് ശേഷമാണ് ജിമ്മിൽ പോകുന്നത്. സോ നമ്മുടെ ഫ്രണ്ട് വൈശാഖ് വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഫോൺ എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഒരു ചായക്കടയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സമയം കളയാണ്ട് അവൻ എവിടെയാണ് നീ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ആക്ച്വലി എൻ്റെ ജിമ്മും ഈ വീടും തമ്മിൽ ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് കാറിലാണ് പോകുന്നത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ വഴിയിൽ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ പെട്രോൾ തിരിച്ചു വരുമ്പോൾ അടിക്കാം. കാരണം ഓൾറെഡി വൈശാഖ് ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിപ്പാണ്. അപ്പോൾ ഞാൻ ഇനി ലേറ്റായി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു കണക്കിന് റോഡൊക്കെ നന്നാക്കി, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ഉള്ള സ്ഥലമാണ്. ഓക്കെ, അത് ക്രോസ് അല്ല, റോഡൊക്കെ നന്നാക്കിയത് കൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ റോഡ് നന്നാക്കിക്കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ, സ്ഥിരമായിട്ട് റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഈ മാന്ത്രികത ഉണ്ട്. അതായത് എൻ്റെ ഈ വ്ളോഗിങ് സ്റ്റിക്ക് കണ്ട ഒരു ആശ്ചര്യത്തിലാണ് വൈശാഖ്. അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും വൈശാഖ് ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. 3 ദിവസത്തിന് ശേഷം കണ്ട കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. ചായയുടെ ഒപ്പം കുറച്ച് തണുത്ത ഒരു വടയും കഴിച്ചു. ഉഴുന്നുവടയും ചായയും കഴിച്ച് വർക്കൗട്ടിന് പോകുന്നല്ലേ അർജുൻ ആൻഡ് വൈശാഖ്. ഇതാ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ജിമ്മുള്ളത്. വൈശാഖിന് ഞാൻ ചായക്കടയിൽ നിന്ന് നേരെ അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്നൊരു ചെറിയ സംശയം. അതുകൊണ്ട് ഉള്ളിൽ പോവാതെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. വൈശാഖ്, നമ്മുടെ രവി നമ്മളോട് സ്ഥിരമായി പറയാറുണ്ട് നമ്മുടെ ജിമ്മൊക്കെ കാണിക്കണമെന്നേ. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഈ ജിമ്മിലെ ചില അവസാന ദിവസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് പുതിയ ആൾക്കാരുണ്ടാവും. കാരണം ഞങ്ങൾ സാധാരണ വരാറുള്ള സമയം അല്ലത്. അതുകൊണ്ട് ഓക്കെ, നമുക്കൊന്ന് കയറി നോക്കാം. ജിമ്മിലെത്തി ഇപ്പം തന്നെ വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് കുറച്ച് സമയം വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ വ്ളോഗ് ഷൂട്ട് ചെയ്യാം. വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. വഴിയിൽ നൊങ്ക് കണ്ട്, നൊങ്ക് പാലക്കാടൻ ആ ഒരു ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായി കാണുന്നൊരു സാധനം. നമ്മുടെ നാട്ടിലും കിട്ടിയിരുന്നു, അപ്പം അങ്ങനെ കിട്ടാറില്ല. കുറച്ച് നൊങ്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. നാലെണ്ണത്തിന് 50 റുപ്യ. കുറച്ച് വില കൂടുതലാണ്. പക്ഷേ ഈ ഒരു സീസണിൽ ഇത് അടിപൊളി സാധനമാണ്. അപ്പോൾ നേരെ ഗർച്ചലോ 2 നൊങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ റോഡ് സൈഡിൽ, പ്രത്യേകിച്ച് ഹൈവേയിലൊക്കെ ഇങ്ങനെ വിൽപ്പന നടത്തുന്നത് കാണാറുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഈ ഒരു പാടത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാധനത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, ഐസ് ആപ്പിൾ എന്നാണ് പറയുക. ഐസ് ആപ്പിൾ അഥവാ പാം ഫ്രൂട്ട്. ഇത് നല്ല അടിപൊളി സാധനമാണ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ കാലറീസ് ഉണ്ട്. ഒരു 100 ഗ്രാമിനുള്ളിൽ ഒരു 43 to 45 ഗ്രാം കാലറീസ് ഉണ്ട്. പൊട്ടാസ്യം ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ 90 to 95% വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് നൊങ്കിന് പരസ്യം ചെയ്യല്ല കേട്ടോ, ഗൂഗിളിൽ നിന്നും കിട്ടിയൊരു അറിവാണ്. അപ്പോൾ അത്രയും വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്
നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ ഒഴിവാകും. വിറ്റമിൻ സി ഉള്ള വിറ്റമിൻ സി ഉണ്ട്. പിന്നെന്താ, പ്രോട്ടീൻ മാത്രമല്ല, പ്രോട്ടീൻ സ്രോതസ്സല്ല. പ്രോട്ടീനു വേണ്ടി നമ്മൾ വേറൊരു സാധനം കഴിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ജിമ്മ് കണ്ടല്ലോ, ഒരു ചെറിയ ജിമ്മാണ്, പഴയ ജിമ്മാണ്. അപ്പോൾ ഈ ജിമ്മിൽ നിന്ന് ഞാൻ മാറാൻ പോവുക. മേ ബി ഇത് കഴിഞ്ഞ് 2 ദിവസം കൂടി ഞാൻ ഈ ജിമ്മിൽ പോവുള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. കാരണമുണ്ട്. ഒന്നാമത് ജിമ്മ് ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പിന്നെ ബൈക്ക് ഓടിക്കാറില്ല. ബസ്സിൽ പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും ഇതേ അവസ്ഥ. ഇതുമല്ല, ചില ദിവസങ്ങളിൽ ഇതിലും പിണ്ടിയാവും. അപ്പം അത്രയും വേർത്ത് കുളിച്ച് നിൽക്കുന്ന സമയത്ത് ബസ്സിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ രാവിലെ കുളിച്ച് ഒരുങ്ങി സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ ഈ നാറി പൊളിച്ചിട്ട് പോകുന്നത് ഭയങ്കര മോശമല്ലേ. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാനാണ് മറ്റ് യാത്രക്കാരുടെ ഇടയിലിരിക്കുന്നതെങ്കിൽ എൻ്റെ അടുത്തൊരാൾ ഇങ്ങനെ നാറി പൊളിച്ച് വന്നാൽ എനിക്കൊരു ചെറിയ ഇറിറ്റേഷൻ തോന്നും. സിമിലർലി അത് അവർക്കും തോന്നാം. അതുകൊണ്ട് ഞാനിപ്പോൾ ബസ്സിൽ പോകുന്നത് കുറച്ചു, ഈ ജിമ്മിൽ പോകുന്ന കേസിൽ മാത്രം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാറിലായി യാത്ര. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയും പിന്നെ വണ്ടിയുടെ മൈലേജിൻ്റെ കുറവൊക്കെ കാരണം മുതലാവുന്നില്ല. പിന്നെ അത് മാത്രമല്ല, സമയവും കിട്ടുന്നില്ല. രാവിലെ വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ജിമ്മ് മാറാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് വാരണാകുഷിയിൽ തന്നെ, എൻ്റെ വീടിന് ജസ്റ്റ് ഒരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ, ഒരു പുതിയ ജിമ്മ് ആരംഭിച്ചിട്ടുണ്ട്. കസേരയുടെ സൗണ്ടാണ്. പുതിയ ജിമ്മ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പോയി കണ്ടു. നല്ല ജിമ്മാണ്. അപ്പോൾ കുറച്ചും കൂടി സ്പേഷ്യസുമാണ്. പുതിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും പ്രശ്നമില്ല. പിന്നെ കുറേ നല്ല ചേട്ടന്മാരുണ്ട് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ജിമ്മിൽ. അവരെയൊക്കെ മിസ് ചെയ്യും. പിന്നെ ദിവസവും ഞാൻ വൈശാഖിൻ്റെ ഒരു കണക്റ്റ് ഉണ്ട്, അത് കുറച്ച് കുറയുമായിരിക്കാം. എനിക്കും അവനും ഓൾമോസ്റ്റ് ഈക്വൽ ഡിസ്റ്റൻസാണ് ഇപ്പോഴത്തെ ജിമ്മ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് സെലക്ട് ചെയ്തത്. പക്ഷേ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവനും വേറെ ജിമ്മിലേക്ക് മാറും, ഞാനും വേറെ ജിമ്മിലേക്ക് മാറും. ഇതാകുമ്പോൾ എനിക്ക് നടന്ന് പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ. നൊങ്ക് കഴിച്ചത് കൊണ്ട് മാത്രം വിശപ്പ് മാറില്ലല്ലോ. അതുകൊണ്ടൊരു 4 പൂരിയും ഇഷ്ടുകറിയും പിന്നെ പ്രോട്ടീനിന് വേണ്ടി 2 പുഴുങ്ങിയ മുട്ടയും. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൃശ്ശൂർ വരെ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ വൈപ്പർ ബ്ലേഡ് പൊട്ടിയിട്ടുണ്ട്. വൈപ്പർ മൊത്തത്തിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത്, വൈപ്പർ ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നത് സേഫ് അല്ല. അപ്പോൾ ഒരു വൈപ്പർ മാത്രം വെച്ചിട്ട് ഓടിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് രാത്രിയൊക്കെ. അതുകൊണ്ട് ഒരു പുതിയ വൈപ്പർ വാങ്ങണം. സോ സെക്കൻഡ് ഹാൻഡ് കിട്ടും എന്ന് അറിഞ്ഞു തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിൽ. നമ്മൾ ആദ്യം സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ പുതിയത് കിട്ടാനൊരു 2 ആഴ്ചയൊക്കെ പിടിക്കുന്നു പറഞ്ഞു. സോ സെക്കൻഡ് ഹാൻഡ് മതി തൽക്കാലം. അപ്പോൾ 2 സ്ഥലത്താണ് കിട്ടുക. ഒന്നെങ്കിൽ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിൽ പോകണം. അപ്പോൾ പട്ടാളം മാർക്കറ്റിൽ സാധനം ഉണ്ട്, നമുക്ക് കൂടുതൽ അടുത്തും അവിടെയാണ്. സോ ലെറ്റ്സ് ഗോ ടു പട്ടാളം മാർക്കറ്റ്. തൃശ്ശൂർക്കാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ഞാനും വരാമെന്ന്. സംഭവം സ്പെയർ പാർട്സൊക്കെ നോക്കിയെടുക്കാൻ കുറച്ചും കൂടിയും അറിവും കാര്യപരിചയമൊക്കെ ഉള്ള ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണല്ലോ. അപ്പോൾ പോന്നോളാൻ പറഞ്ഞു. പിന്നെ യാത്ര ഞങ്ങൾ കാറിലല്ല, KSRTC ബസ്സിലാണ്. കാരണം നല്ല മഴക്കാറുണ്ട്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. വണ്ടിയിലാണെങ്കിൽ വൈപ്പറില്ല, അപ്പോൾ റിസ്ക് എടുക്കണ്ട. പിന്നെ നമ്മുടെ KSRTC ഉണ്ടല്ലോ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 12:45 ബസ് സ്റ്റോപ്പിലെത്തിയേ. അപ്പോൾ കുറേ പ്രൈവറ്റ് ബസ് അതിനിടയിൽ പോയി ഷൊർണൂർ പോയിട്ട് പിന്നെ വേണമെങ്കിൽ തൃശ്ശൂർക്ക് ബസ് പിടിക്കാമായിരുന്നു. പക്ഷേ വേണ്ട, നമ്മൾ ഈ KSRTCക്ക് വേണ്ടി തന്നെ ഒരു 1/2 മണിക്കൂറോളം കാത്തു നിന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ് ബത്തേരിയിൽ നിന്ന് വരുന്ന ബസ്സാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ടിട്ട് ചുരമൊക്കെ ഇറങ്ങി വരുന്ന ബസ്സാണ്. അത് നമ്മളങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇത്ര വണ്ടികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെ, നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ എന്താ കാർമേഘം ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. മഴ ഇപ്പോൾ പൊട്ടുന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ നമ്മുടെ ബസ് ചെറുതുരുത്തി പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് പഴയ പാലാണ്. പഴയ പാലം വീണിട്ട് കുറേ കാലമായി, 15 കൊല്ലത്തിന് മേലെയായി. ഈ അടുത്ത് സർവമായ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിൽ സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണിച്ചത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ അകമല ക്രോസ് ചെയ്യുന്നു. അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്.
നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നന്നായി കത്തിച്ച് വിടുന്നുണ്ട്. സംഭവം പുള്ളി ലഞ്ച് കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആ ഒരു അമർഷം പുള്ളി ഡ്രൈവിങ്ങിൽ കാണിക്കുന്നുണ്ട്. ഷട്ടറൊക്കെ താഴ്ത്തി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കാഞ്ചേരിക്കും മുളങ്ങുന്നത്തുകാവിനും ഇടയിൽ നല്ല മഴ, നല്ല ഗംഭീര മഴ. നമ്മൾ വിയൂരൊക്കെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറി, കംപ്ലീറ്റ്ലി മാറി. ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർക്ക് പോണ ബസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്തുട്ടാ. ഇവിടെയും അത്യാവശ്യം മഴ പെയ്ത ലക്ഷണമുണ്ട്, റോഡൊക്കെ നനഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ 10 മിനിറ്റ് മുന്നേ മുളങ്ങുന്നത്തുകാവ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ഗംഭീര മഴയായിരുന്നു, ചെറുതായിട്ട് ഇടിയും വെട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ലക്ഷണങ്ങളൊന്നുമില്ല, മഴ പതിയെ മാറി. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ ടൗണ് എത്തിത്തുടങ്ങിയിട്ടോ. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സിനിമാ കമ്പനി, ജോസേട്ടൻസ് സിനിമാ കമ്പനി. മുമ്പ് ഒരിക്കലും ഞാൻ ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ വന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു, പ്രത്യേകിച്ച് അവരുടെ ബിരിയാണി. അതാ വരുന്ന ഈ ഒരു ഷോപ്പാണ് സിനിമാ കമ്പനി റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് മധുരൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞാൻ അവിടെ മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലെത്തി. വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ അപ്പുറത്തെ സൈഡിലാണ്, അതുകൊണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ശക്തൻ സ്റ്റാൻഡിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. അവിടെ തൊട്ടടുത്താണ് പട്ടാളം മാർക്കറ്റ്, അതുകൊണ്ട് KSRTC സ്റ്റാൻഡിലേക്ക് പോകണില്ല. അങ്ങനെ ഇതാണ് പട്ടാളം മാർക്കറ്റ്. ഇനി നമ്മൾ വന്ന കാര്യം ഒന്ന് അന്വേഷിക്കട്ടെ. അത് ബ്ലേഡ് വരടാ, നമുക്ക് ഈ ആമ് കിട്ടിയുണ്ട്. പെട്ടെന്ന് കിട്ടിയല്ലേ? ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് അന്വേഷിക്കേണ്ടി വന്നു. യെസ്, ആ ഒരു സന്തോഷത്തിൽ, വൈപ്പർ കിട്ടിയ സന്തോഷത്തിലൊരു ചായ. ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നുണ്ട് തൃശ്ശൂർ ഭാരതിൽ വന്നിട്ടൊരു നെയ് റോസ്റ്റ് കഴിക്കണമെന്ന്. കുറേ നെയ് റോസ്റ്റുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ തീരെ വിശപ്പില്ല. നമ്മൾ ഇങ്ങോട്ട് വന്ന ബസ് സുൽത്താൻ ബത്തേരിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ട്രാക്കിലിട്ടുണ്ട്. എന്നാൽ പിന്നെ അധികം സമയം കളയാണ്ട് തിരിച്ചു പോയേക്കാം. ആകെ 10 മിനിറ്റിൻ്റെ പരിപാടിയെ തൃശ്ശൂർ ഉണ്ടായിരുന്നുള്ളൂ. സ്പെയർ പാർട്സ് 10 മിനിറ്റിനുള്ളിൽ കിട്ടി. ഒരു 2 മിനിറ്റിനുള്ളിൽ ചായയും കുടിച്ചു. 12 മിനിറ്റിൻ്റെ പരിപാടി എന്ന് പറയാം. പക്ഷേ പോയി വരാൻ മൊത്തം ഒരു 3.5 മണിക്കൂർ എടുത്തു. ബ്രേക്ക്, അതായത് റോഡിൽ ബ്ലോക്ക് ഉണ്ട്, അതടക്കം. ഇടയിൽ മഴയും. അപ്പോൾ 10-12 മിനിറ്റ് പരിപാടിക്ക് നമ്മൾ ഒരു ഫുൾ സമയം നമ്മൾ ചിലവാക്കി തൃശ്ശൂർ പോയി. പക്ഷേ പോയ കാര്യം നടന്നു. നമ്മൾക്ക് വൈപ്പർ കിട്ടി. ഇനിയുള്ള മഴക്കാലത്ത് അത് അത്യാവശ്യമാണ്, വൈപ്പറില്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്പെയർ പാർട്സ് വേണമെങ്കിൽ ധൈര്യമായിട്ട് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിന് അടുത്തുള്ള പട്ടാളം മാർക്കറ്റിലേക്ക് വിട്ടോളൂ. അവിടുത്തെ ചേട്ടന്മാർ ഒപ്പിച്ച് തരും, അതും വിലക്കുറവിൽ. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പട്ടാളം മാർക്കറ്റ് എന്ന് പേര് വന്നതെന്ന് അറിയോ? എനിക്കും അറിയണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 18-19 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ബ്രിട്ടീഷുകാരായിരുന്നല്ലോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ അതിന് പോയിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു അത്. ആ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഈ ഓട്ടോമൊബൈൽ മാർക്കറ്റ് തുടങ്ങിയത്. അതുകൊണ്ടാണ് പട്ടാള മാർക്കറ്റ് എന്നുള്ള പേര് വന്നത്. ഒരു ന്യൂ ഇൻഫർമേഷൻ അല്ലേ അറിയാത്തവർക്കായിട്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയ ബസ് തന്നെ ഇങ്ങോട്ടും വരാൻ പറ്റി. ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു 5:15 ഇവിടെ വാടനാകുശി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചു, ഈ ബസ് എപ്പോഴാണ് സുൽത്താൻ ബത്തേരി എത്തുന്നത്? 9:50 അത്ര, അതും റൈറ്റ് ടൈം ആണെങ്കിൽ. എന്താ അല്ലേ, രാവിലെ അത് എത്രയോ നേരത്തെ പുറപ്പെട്ടെന്നാണ്. തൃശ്ശൂരെത്തി, ഒരു അരമണിക്കൂർ കടന്നു. അതിനുശേഷം അവർ വീണ്ടും ബത്തേരി പോയി. രാത്രി 10 മണിക്കാണ് അവിടെ എത്തുന്നത്. അങ്ങനെ എത്രയോ KSRTCകളിലെ നമ്മുടെ നാട്ടിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 25Kയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കാര്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫുഡ് ബ്ലോഗുമായിട്ട് വരാം. കുറച്ചായില്ലേ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്തിട്ട്. ഒരു ഫുഡ് ബ്ലോഗാണ് ഇനി വരാൻ പോകുന്നത്. സോ ഉടനെ തന്നെ ആ ഒരു ബ്ലോഗുമായി വരാം.